സന്തോഷകരമായ ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ നമുക്ക് സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പക്ഷെ അതെൻ്റെ മനസ്സിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു കഥയും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾ പ്രകടിപ്പിക്കുക, വളരെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ വളരെ ലൈവാക്കി കൊണ്ടുപോകുന്നത് ഇതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെയധികം തിരക്കാണ്, അല്ലെങ്കിൽ ആർക്കും ഒന്നിനും സമയമില്ല. പ്രത്യേകിച്ചും ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളത കാത്തു സൂക്ഷിക്കാനൊന്നും ഉള്ള സമയമൊന്നും ആർക്കും ഇല്ല. അല്ലെങ്കിൽ ആ ചിലവാക്കുന്ന സമയം വളരെ വേസ്റ്റ് ആയിട്ടാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ ഭാര്യയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് എത്ര നാളുകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയാണ്. ആ ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാം ജീവിതത്തിൽ തിരക്കൊഴിഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കാനും കൂടെ ഇരിക്കാനും ഒക്കെ സമയം കണ്ടെത്തുമ്പോൾ ഒരുപാട് സമയം വൈകിപ്പോയി കാണും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമുക്ക് ഉള്ള തിരക്കിനിടയിലും നമ്മൾ ആ ഒരു സ്നേഹപ്രകടനങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും സംസാരിക്കുക, അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാവുക. ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് കാണിച്ചു, അതിനൊക്കെ അവരെ അപ്രീസിയേഷൻ കൊടുക്കുക, സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക, അവരെ ഒന്ന് ഹഗ് ചെയ്യുക, ഒരു ഉമ്മ കൊടുക്കുക. ഇതൊക്കെ വളരെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ വളരെ 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 സന്തോഷമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ മനുഷ്യരോട് മാത്രമല്ല, വളർത്തുമൃഗങ്ങളോട്, പ്രകൃതിയോട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം. നല്ലൊരു പാട്ട് കേൾക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ബീച്ചിൽ പോയിരിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ ഓരോ മനുഷ്യനും കഴിയും എന്നുള്ളത് ഈ ഒരു തിരക്കിനിടയിൽ, അല്ലെങ്കിൽ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ മറന്നു പോകാതിരിക്കുക. ഇനിയൊരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.